ഇനി ഞങ്ങൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയിലേക്കാണ്. ആ വാർത്തയെ തുടർന്ന് ഇപ്പോഴിതാ വഴിയടച്ച റിസോർട്ടിന് മുന്നിൽ വഴി തുറന്നു നൽകുകയാണ് ന്യൂസ് 18. ആലപ്പുഴ മാരാരിക്കുളത്തായിരുന്നു റിസോർട്ട് മാഫിയ പൊതുജനങ്ങളുടെ വഴിയടച്ച് റിസോർട്ട് അല്ലെങ്കിൽ വലിയ ഭിത്തി പണിത് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെ മതിലുകൾ കെട്ടിപ്പടുത്തതോടെ വഴിയടയുമെന്ന തിരിച്ചറിവുണ്ടായി. അവർ പലപ്പോഴായി ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ ഉയർത്തിയെങ്കിലും ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇന്ന് ഒരു യോഗം നടക്കേണ്ടതായിരുന്നു, പക്ഷേ ആ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നതാണ് അറിയേണ്ടത്. ശരണ്യ ചേരുന്നുണ്ട്. ശരണ്യ, യോഗം ഇന്ന് നടക്കേണ്ടതായിരുന്നു, മാറ്റിവെക്കുന്ന പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സംഭവത്തിനകത്ത് രംഗത്ത് വരികയായിരുന്നു. AITUC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള AITUC സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള TJ ആഞ്ചലോസ് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഒപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഈ ജനങ്ങളുടെ അവിടുത്തെ ഒരു ദുരിത സമാനമായ സാഹചര്യം നമ്മൾ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ ഈ വലിയ മതിലുകൾ ഉണ്ടാകുന്നതോടെ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നൽകേണ്ട ഒരു റോഡ്, ഈ റിസോർട്ടിന്റെ തീരദേശ റോഡിലേക്ക് കടക്കുന്ന ഭാഗം റിസോർട്ടിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾ വിട്ടു നൽകിയ സ്ഥലത്തിൽ റോഡ് പണിയാൻ കഴിയാത്തൊരവസ്ഥ കൂടി ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ അവിടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി R. റിയാസ് അടക്കമുള്ള ജില്ലാ ബ്ലോക്ക് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ന്യൂസ് 18 കൂടി സാന്നിധ്യത്തിലാണ് അവർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. അവിടെ ആ ഒരു അവസരത്തിൽ തന്നെയാണ് കമ്പനി അധികൃതർ അവിടെ നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ കമ്പനി അധികൃതർ പഞ്ചായത്ത് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച യോഗം ചേരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോ MLA കൂടി പങ്കെടുത്തുകൊണ്ട് ആ യോഗം നടത്താമെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭ അടക്കം പ്രദേശത്തിന്റെ ഇപ്പോ ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ MLA ആയ PP ചിത്തരഞ്ജൻ കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ചർച്ചകളിലേക്ക് പോകാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവർ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PP ചിത്തരഞ്ജൻ അവരെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും അതിന്റെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വരുമ്പോൾ MLA കൂടി പങ്കെടുത്തൊരു യോഗത്തിൽ തീരുമാനമാക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാറ്റിവെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭയുള്ള അടക്കമുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരത്താണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം വന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനകത്ത് ചർച്ചയുണ്ടാകുമെന്നുള്ളതാണ്. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഇതിൽ തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഭിലാഷ്. യെസ്, എന്തായാലും ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. തീർച്ചയായും ഞങ്ങൾ ആ ഇടപെടൽ ഉണ്ടാകുന്നതുവരെ, കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതുവരെ ഈ വാർത്തയെ പിന്തുടരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.